ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചു വരുമോ? ഷെയ്ഖ് ഹസീന കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ ഉറപ്പായും തിരിച്ചു വരും, ശക്തയായി തിരിച്ചു വരും, അവാമി ലീഗ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ ആ പ്രസ്താവന. ട്രംപ് ഒക്കെ അധികാരത്തിൽ വന്ന ശേഷം യൂനിസ് ആകെ തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ തിരിച്ചു വരാം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഷെയ്ഖ് ഹസീന വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന യൂനിസിന് ഇത്തവണ കുറച്ചുകൂടെ കടുകട്ടിയായിട്ടാണ് ഈ താക്കീത് കൊടുത്തിരിക്കുന്നത്. തീ കൊണ്ടാണ് നീ കളിക്കുന്നത് എന്നാണ് യൂനിസിനോട് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നശിക്കപ്പെടുന്നത് നീയായിരിക്കും. തീ എന്ന് പറയുന്നത് അതിന് നശിപ്പിക്കാനുള്ള കഴിവുമുണ്ട്, വളർത്താനുള്ള കഴിവുമുണ്ട്. അത് നിന്നെ നശിപ്പിക്കും എന്ന് തന്നെയാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ചരിത്രം ഇല്ലാതാക്കിയെന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ അനുയായികളെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ആരോപിക്കുകയും ചെയ്തു. അവാമി ലീഗ് ചരിത്രം മറന്നുവെന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകളെ യൂനിസ് മറന്നുവെന്നും കൃത്യമായി ഷെയ്ഖ് ഹസീന ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ പ്രവാസിയായിരിക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ വിമർശിക്കുകയും മുഹമ്മദ് യൂനിസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അധികാരത്തിനായുള്ള ദാഹം ശമിപ്പിക്കാൻ വിദേശ കളിക്കാരുടെ സഹായം സ്വീകരിച്ചുവെങ്കിലും തീ കൊണ്ടാണ് നീ കളിക്കുന്നത് എന്ന് മറന്നുപോയിരിക്കുന്നു. അത് നിന്നെ തന്നെ നശിപ്പിക്കും എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രതിഷേധ നേതാവായിരുന്ന അബൂ സായിദിന്റെ മരണകാരണം എന്താണ് എന്നും ഷെയ്ഖ് ഹസീന ഇപ്പോൾ ചോദിക്കുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് അബൂ സായിദ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൽ വ്യക്തതയില്ല, സ്ഥിരീകരണമില്ല. ബംഗ്ലാദേശിലെ ബിസിനസ് അടുത്തിടെ ഗണ്യമായി മന്ദഗതിയിലായി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യവസായങ്ങൾ അടച്ചുപൂട്ടുന്നു, വിദേശ നിക്ഷേപങ്ങൾ അവർ കുറവാണെങ്കിൽ പോലും ഈ കലാപങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് വിട്ടുപോയി. അതുകൊണ്ട് ഒരു വശത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു, മറുവശത്ത് ഭക്ഷ്യധാന്യങ്ങൾ മുതൽ എല്ലാത്തിൻ്റെയും വില ഉയർന്നു. യൂനിസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ആഭ്യന്തര പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം പ്രകടനങ്ങൾ കൂടുതലായി പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. എന്തായാലും ഈ കലാപത്തെക്കുറിച്ച് വിദേശ സഹായത്തെ ആശ്രയിച്ചിരുന്ന യൂനിസ് സർക്കാരോട് ഷെയ്ഖ് ഹസീന പറഞ്ഞത് തീ കൊണ്ടാണ് കളിക്കുന്നത്, അങ്ങനെ ചെയ്യരുത്, നശിക്കപ്പെടുന്നത് നീയായിരിക്കുമെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.